സർ, അനന്തം വക്കീൽ ഇന്ന് കോടതിയിൽ വന്നിട്ടുണ്ടോ? എന്തിനാ? ഒന്ന് കാണാനാ. വല്ല വക്കാലത്തും കൊടുക്കാനാ? കാണാനെന്താ വഴി? ചെല്ല് ചെല്ല്, അവിടെ ഉണ്ട്. കോടതി മുടിക്കിടന്ന് വിയർക്കുന്ന കണ്ടു. സാർ, എങ്ങനെ സാർ, അനന്തം വക്കീലിന് കേസൊക്കെ ഉണ്ടോ? താൻ എവിടെ നിന്ന് വരിക? ഞാൻ ബോംബെയിലാ, കാലത്ത് വന്നതാണ്. ബോംബെയിൽ നിന്ന് ഇവിടം വരെ താൻ അനന്തം വക്കീലിന് വക്കാലത്ത് കൊടുക്കാൻ വന്നതല്ലേ? താൻ ആരാണെന്ന് എനിക്കറിയില്ല, എങ്കിലും മനുഷ്യത്വത്തിന്റെ പേര് പറയാ. അയാൾക്ക് വക്കാലത്ത് കൊടുത്ത താൻ കുടുങ്ങും, വാദി പ്രതിയാകും. അനന്തം വക്കീലിന്റെ പേര് ആര് പറഞ്ഞു തന്നത് എനിക്ക്? ഞാൻ അനന്തം വക്കീലിന്റെ മകനാണ്. താൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടൂ. തന്റെ പിടിപ്പീടുണ്ടല്ലേ എന്റെ അനിയൻ ഈ ഗതിയിലായത്. തങ്കപ്പ, ഒന്ന് പതുക്കെ പറ, ഞാൻ ഒരു വക്കീലാണ്. താൻ എവിടുത്തെ വക്കീലാടൂ? മൂന്നാം സാക്ഷിക്കും നാലാം സാക്ഷിക്കും പ്രതിയോടുള്ള വ്യക്തിവരാക്കും തെളിയിക്കാനുള്ള മൂടു സംഭവം തനിക്കാൻ ഓതി തന്നല്ലേ? അതിലൊരു വാക്കെങ്കിലും താൻ പറഞ്ഞോടൂ. അതുകൊണ്ടല്ലേ അവൻ ഈ ഗതി വന്നത്. തങ്കപ്പ, നമ്മൾ വിചാരിച്ച പോലല്ല, സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേടൂ? IPC 244 പ്രകാരം. താൻ മിണ്ടിപ്പോരുത്. തന്റെ IPC ഞാൻ കുറെ കേട്ടതാ. ഒടുക്കവന് പോലീസ് കൊണ്ടുപോയി. താൻ നശിച്ചു പോകത്തല്ലോടൂ. തന്റെ ഓഫീസിന് മുമ്പിലേ ഞാൻ സത്യാഗ്രഹമായിരിക്കും, നോക്കിക്കോ. ആ, നീ വന്നോ? ഞാൻ ടെലഗ്രാം അയച്ചിട്ട് എത്ര ദിവസമായി ദിനകര? ടെലഗ്രാം അയക്കുമ്പോ അതിന്റെ കൂടെ വണ്ടിക്കൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു. ബോംബെയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത്. അപ്പൊ നിനക്ക് അവിടെ ജോലിയൊന്നും ഇല്ലായിരുന്നോ? ഞാനവിടെ ബോംബെ കളക്ടറായിരുന്നു. എന്തിനാ ഇപ്പൊ എന്നെ കമ്പിയടിച്ച് വരുത്തിയത്? പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു. ജയിച്ചവൻ കയ്യാമം വെച്ച് പോലീസ് ജീപ്പ് കയറി പോകുന്നത് ഞാൻ കണ്ടു. എന്നെ വിളിപ്പിച്ച കാര്യം പറ. ആ, നീ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. നമുക്ക് സ്വൈര്യമായി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. വാ. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചിട്ടി കമ്പനിയും ഫൈനാൻസിങ്ങും തുടങ്ങി. അതിൽ നിന്ന് പണമെടുത്ത് അച്ഛൻ പല ബിസിനസ് നടത്തി നാശ കോടാലിയാക്കി. അവസാനം ചിട്ടി കമ്പനി പൊളിച്ച് എന്നെ കള്ളനാക്കി. തടി കേടാവെന്ന് കരുതിയാണ് രായ്ക്കരാമാനം കള്ളവണ്ടി കയറി ഞാൻ ബോംബെ പോയത്. അച്ഛൻ വക്കീല്, മാന്യൻ. അച്ഛൻ അറിയോ, ആളറിയാതിരിക്കാൻ കുറെ കാലം ഞാൻ ബോംബെയിൽ താടി വെച്ചാണ് നടന്നത്. ആഹാ, താടി എന്ന് വെച്ചാ വെപ്പ് താടിയോ ഒറിജിനലോ? വെപ്പ് താടി. ഒറിജിനൽ വെക്കാൻ താടി രോമം വളരണ്ടേ? എന്റെ ദിനകര, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്നെ ഞാൻ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. നിന്റെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തവന്മാര് വെട്ടുകത്തിയെടുത്തോണ്ട് വീട്ടിൽ വന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അവസാന കൈക്ക് സഹായിക്കാൻ ഈ മോഹൻദാസ് ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ഒരാള് മദ്ദളത്തോടാ ഇതൊക്കെ പറയുന്നത്. ഒരലിന്റെയും മദ്ദളത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടാനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞത്. പ്രശ്നമതല്ല, എന്റെ മകനാണ് നീ എന്നറിഞ്ഞാൽ കുട്ടികൾ ആ നിമിഷം നിന്നെ ഗെറ്റൗട്ടടിക്കും. കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞപ്പോ ആ വാർത്തയൊക്കെ പത്രത്തിൽ വന്നതല്ലേ. നിന്നെ അവര് കണ്ടിട്ടില്ലെങ്കിലും എന്റെ മകൻ ഒരു കള്ളനാണ് എന്നവര് കേട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞു കാണും. ആ, എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകന്റെ മുഖത്ത് തന്നെ കരിവാരി തേക്കണം അല്ലേ? ഏതായാലും കരിയായി. അപ്പൊ ആ കരി ഒരു മുഖത്ത് മാത്രം തേച്ചാ മതിയല്ലോ എന്ന് ഞാനും കരുതി. നല്ല അച്ഛൻ. നല്ല അച്ഛനാവാൻ നീ എനിക്കൊരു അവസരം താ ദിനകര. പണമില്ലാതെ ഇങ്ങനെ വെറും പിണങ്ങളായി കഴിയുന്നതിലും ഭേദമല്ലേ ഇത് മോനെ. ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുട്ടികൾ 4 എണ്ണത്തിനും എന്നെ അത്രയ്ക്ക് വിശ്വാസമാ. നല്ല സുഖം. വാ, ഇവിടെ കിടന്നു. ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ തിരിച്ചെടുക്കാൻ പാടാ. അന്ന് തൊട്ട് ഇതിനകത്ത് കയറി കിടക്കുക. അങ്ങോട്ടും എഴുന്നേക്കാൻ. ആ പെണ്ണ് ചെമ്മീൻ കമ്പനിയിലോട്ട് പോവാന്ന് പറയുന്നത് കേട്ടു. കൂടെ ചെല്ലുന്നെങ്കിൽ ചെല്ല്. എന്നിട്ട് അവിടുത്തെ വരവെത്ര, ചെലവെത്ര, കയറ്റുമതി എങ്ങനെ, ഇറക്കുമതി എങ്ങനെ എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരി എന്ന് ജോലിക്കാർക്കും ഒന്ന് തോന്നട്ടെ. എല്ലാത്തിനും ഒന്ന് വെരിട്ടി വിട്ടേക്ക്. ഓക്കെ, നല്ല തെറി വിളിക്കാം. എന്റെ സങ്കടം അതല്ല എന്റെ ദൈവമേ. പിന്നെ നിന്റെ സങ്കടം എന്താ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വലിച്ചു കൂടായിരുന്നോ മനുഷ്യ? മതി, നിർത്ത്. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എന്റെ ഈശ്വര, ഒരു തുണി എടുത്തു കൊടുത്തൂടെ മനുഷ്യ? കുഞ്ഞുസേട്ടാ, പോവാം. ഇന്ന് എന്തൊക്കെ പ്രോബ്ലംസ് ആണാവോ ഉണ്ടാവാൻ പോകുന്നത്? ഫാക്ടറി ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പുന്നൂസേട്ടാ? ആകെ ഒരു ടെൻഷനാ. ആ സ്ഥിരപ്പെടുത്താത്തവന്റെ പേരെന്താ? എന്താ? പാത്രസാരഥിയോ? പാത്രസാരഥിയല്ല, പാർത്ഥസാരഥി. എന്നെ കണ്ടാവും ബഹളം ഉണ്ടാക്കും. അവനെ ഞാൻ നോക്കിക്കോളാം. ആഹാ, നിർത്ത്. നിക്കുമോളെ. മോള് കുറച്ചങ്ങനെ നീങ്ങുന്നേ. എവിടേക്കാ? നിങ്ങൾ അങ്ങോട്ടാ? ഞങ്ങള് തീരുമാനിച്ചില്ല.
നിങ്ങൾ എവിടേക്കാണ് തീരുമാനിച്ച അവിടേക്ക് എന്നെ ഞാനും. ആ. മോളെ കുറച്ച് അങ്ങനെ നീങ്ങിയിരുന്നേ. എടോ വണ്ടിയുടെ ഉള്ളിൽ തുടച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യേ ഷർട്ട് മുഴുവൻ ചീത്തയാവും. കൈ ടവല് വിരിച്ചിരുന്നു. ഓ. നല്ലോണം കാണത്തക്ക രീതിക്ക് ഇരിക്കട്ടോ. ഓ. മക്കളെ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരുന്നേ, അമ്മാവനോട് ഇരിക്കട്ടെ. ശാന്ത നീ ഇതിൽ കയറണ്ട. ഞാൻ വന്നാൽ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഓ. എടോ ഡ്രൈവറെ, വണ്ടി സൂക്ഷിച്ചോടിക്കണം. വീരമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ. മക്കളെ എല്ലാം അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാന്തേ ബായ്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്, ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവാ. പിന്നെ ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ചെമ്മീൻ കമ്പനി കുറെയൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം. ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ചെമ്മീനോ ചെറിയ ചെമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അമ്മാവാ, ഒരു കാര്യം ചെയ്യാം. പറയൂ. ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഫുള്ളായിട്ട് പിരിച്ചു വിടുക. അതെന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇത് ഇയാളാരാ? നമ്മളാരാ? പറഞ്ഞു കൊടുക്കണോ? മീരക്കുഞ്ഞിന്റെ അമ്മാവനാ. മൂപ്പര് ഇവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ വന്നതാ അല്ലേ? നിങ്ങളാണോ മാനേജർ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട്, എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട്, എല്ലാം എഴുതി വെക്കലേ. ഓ പൊന്നൂസ്, ഓ. ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ്? അതവിടെ താഴെയാണ്. എന്നാ അവിടേക്ക് എന്നെ കൊണ്ടുപോകണം. ഇവിടുത്തെ കഴിഞ്ഞു. ഇവിടുത്തെ കഴിഞ്ഞു. ഓ, ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി. ഉത്തരവാദപ്പെട്ട ഒരാളില്ലാത്തതിന്റെ കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട്. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലി. ഇനിയിപ്പോ എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാവോ? മോളെ, എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം. ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല. നാട് നീളെ നമുക്ക് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണം. കാവും പുറത്ത് അടിയോടി കുടുംബം എന്ന് കേട്ടാൽ നാട്ടുകാർ ഞെട്ടണം. ഇപ്പോഴേ ഞാൻ ഞെട്ടി തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത പല കഴുതകളെയും നമുക്ക് ജോലിന് പിരിച്ചു വേണ്ടതായി വരും. ആ ആ, ഇത്ര പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നു. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നേരാമണ്ണം നോക്കി നടത്തിട്ട് പോന്നാ പോരായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ മോളെ, അകത്തൊരുത്തം വലിയ അധികാരത്തിൽ കുറെ നേരമായി കയറി കുത്തിയിരിക്കുന്നു. എവിടെ? ഇങ്ങോട്ട് വാ. ആ വേലക്കാരത്തിത്തുള്ള അയാൾക്ക് ചായ കൊടുക്കുന്നു, കാപ്പി കൊടുക്കുന്നു. ഏതോ വക്കീലാത്രേ. ഓ, വക്കീലെങ്കിൽ വന്നു. പപ്പായുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. ഫ്രണ്ടൊക്കെ പണ്ട്. അധികാരം കാണിക്കാൻ വന്ന അവൻ വിവരറിയും. എവിടുന്ന് വരുന്നു, എന്തു വേണം, ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഞാൻ പറഞ്ഞില്ലേ വക്കീലെങ്കിൽ പപ്പായുടെ അടുത്ത ഫ്രണ്ടാണ്. ആരായാലും ശരി, നമുക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ആ പെട്ടെന്ന് പറഞ്ഞോട്. ചന്തേ, ഞാനിവിടെ ഉണ്ട്. ഓ നീ ഇവിടെ ഉണ്ടോ? ആ വരൂ. എന്തായി ഞാൻ കമ്പനിക്കാരൻ? നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്കിൾ ഒന്നും വിചാരിക്കരുത്. കുട്ടികളെല്ലാം പറഞ്ഞു. 18 കൊല്ലം ഈ അമ്മാവനും അമ്മായി എവിടെയായിരുന്നു? നിങ്ങളുടെ അച്ഛനും അമ്മയും ഉള്ളപ്പോ ഇവരെ ആരെങ്കിലും അടുപ്പിക്കുമായിരുന്നോ? എനിക്കിവിടെ ഹൈക്കോർട്ടിൽ പ്രമാദമായൊരു കേസുണ്ട് മോളെ. അങ്ങനെ വന്നതാ. എന്റെ മോഹൻദാസിന്റെ വീട് ഇവിടെ ഉള്ളപ്പോ ഹോട്ടലിലും മറ്റും പോയി തങ്ങാനൊക്കുവോ? അത് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായി തീരില്ലേ? കോഴിക്കോട് മോഹൻദാസ് ചെരുപ്പുകട നടത്തുന്ന കാലത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ എന്റെ വക്കീലാഫീസിൽ കിടന്ന അതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ അങ്കിൾ? അതെനിക്കറിയാം. പക്ഷെ ഈ വലിഞ്ഞുകയറി വരുന്നവനൊക്കെ അത് കാര്യമാക്കണ്ടെന്നേ. താണ്ടേ അവിടെ ഒരാൾ വന്ന് കരയോ പിഴിയൊക്കെ ചെയ്യുന്നു. ആര്? ഞാൻ ആദ്യമായിട്ട് കാണുക. എവിടെ? കുഞ്ഞിന്റെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത്തറയുടെ അടുത്ത്. ഇവിടെ ആരും കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. മിസ്റ്റർ, ഇവിടെ 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 മനസമാധാനം തരില്ലേ? ഇവിടെയും മനസമാധാനം തരില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ തനിക്ക് മനസമാധാനം തരാത്തവരാണെന്ന് തോന്നുമല്ലോ. എന്റെ ദൈവം ഇവിടെ ഉറങ്ങുന്നു. ഞാൻ കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചോട്ടെ. അയ്യോ, ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ. ഇതേ ദേ ഈ കുട്ടികളുടെ സ്ഥല. ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. സാറേ, ഇവിടെ അമ്പലും ദൈവമൊന്നുമില്ല. ഇത് ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻദാസിന്റെ അമ്മ ശ്രീദേവിയുടെ അസ്ഥിത്തറയാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ആരാണ്? അതറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ. പക്ഷെ എന്റെ ദൈവം ഇവിടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം. നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു. ഞങ്ങളുടെ ഡാഡി നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരാണെന്ന് പറയാത്ത എന്താ? പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല. അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോ ഞാൻ ഒമാനിലെ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ നിമിഷം അവിടെ നിങ്ങോട്ട് പറക്കാൻ ഞാൻ കൊതിച്ചു. പക്ഷെ ചിറകറ്റ പറവയ്ക്ക് പറക്കാൻ എങ്ങനെയാവും? എയർ ഇന്ത്യ സമരം. ഓട്ടെ, വരിക, നമസ്കരിക്കുക, പോവുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോകൂ. മോഹൻദാസുമായി എന്താണ് ബന്ധം? എന്തിന് ഞാനത് നിങ്ങളോട് പറയണം? നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ. എന്തിന്? ഒരാകാംക്ഷ, അത്രമാത്രം. ഒരു പേരിൽ എന്തിരിക്കുന്നു? എങ്കിലും പറയാം. മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര്
ബാബുരാജ് എന്നാണ്. ഓ മൈ ഗോഡ്, നിങ്ങളാണോ ബാബുരാജ്? മോഹൻദാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബുരാജ് നിങ്ങളാണോ? എന്നെ പോകാൻ അനുവദിക്കൂ. ഇനി നിങ്ങൾ ഒരാളെ മുന്നോട്ട് വെക്കാൻ പാടില്ല. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ആരാണ് അങ്കിൾ? ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല. പിടി വിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല. എന്തായാലും പിടിയിട്ട പുള്ളിയാ? പിടി വിട്ടുകൂടാത്ത പുള്ളിയാണ്. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ പിതൃതുല്യനായ മോഹൻദാസിന്റെ കുട്ടികളാണിവർ. നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ? നിങ്ങൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടെങ്കിലും പോകൂ. സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാവും? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഓക്കെ, അല്പസമയത്തേക്ക് മാത്രം. താങ്ക് യു, താങ്ക് യു. മോളെ, ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല. എന്തൊക്കെയായാലും ഇവറ്റകൾ അന്യന്മാരല്ലേ? അന്യന്മാരെ കിടപ്പുമുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലേ? പിന്നെ ഒരു മര്യാദ വേണ്ടേ? വരിക, കാണുക, പോവുക, അത് ന്യായം. അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്രേ പാടുള്ളൂ. ആദ്യം ഉച്ചയ്ക്ക് പോകുന്നു വിചാരിച്ചു, പിന്നെ വൈകുന്നേരം പോകുന്നു വിചാരിച്ചു. ഇതിപ്പോ രാത്രി നേരെ എത്രയായി? ഇതെന്താ ഇവന്റെയൊക്കെ തറവാടാ? അയ്യേ. അതെ, എന്താ? മോഹൻദാസ് സാർ ഉള്ളപ്പോഴും വക്കീൽ സാർ ഇവിടെ വരാറുണ്ട്. 10-15 ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ. ആ, നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത്. എന്തു കുഴപ്പം? അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് ഈ പഴംപുരാണൊന്നും കേക്കണ്ട. കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. അങ്കിൾ, നീ മിണ്ടരുത്. എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് എന്ത് മനസ്സിലായി? പലതും മനസ്സിലായി. വലിയ വിശേഷമൊന്നും പറയണ്ട. മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ ഈ വീടിന്റെ 4 അയലത്ത് പോലും വന്ന് എത്തി നോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. എനിക്കെല്ലാം അറിയാം. ഇയാൾക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കാലുകുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നില്ല. മോഹൻദാസ് ഇയാളെ ഈ ഗേറ്റ് കടത്തിയില്ല. ആര് മോഹൻദാസാ? അല്ല, ഭഗവൽദാസ്. ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ സകല പാരയും വെച്ച വിഷജീവിയല്ലേ താൻ? സൂക്ഷിച്ച് സംസാരിക്കണം. അങ്കിൾ പ്ലീസ്. മോള് വെറുതെ ഇരിക്കെ. സത്യം നിങ്ങളും കൂടി അറിയണല്ലോ. ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു. എന്തുകൊണ്ട് എതിർത്തു? അവരുടെ സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു. നല്ല ആഴമുണ്ടെന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് സമ്മതിച്ചു. അല്ലേ ശാന്തേ? ആ, അതെ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചേ. ഇയാള് സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവർ ഒളിച്ചോടി? അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, പറഞ്ഞില്ലടോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ. തനിക്കറിയോ, അന്ന് ചാലക്കുടി കോഴിക്കോട്ട് ഫാസ്റ്റ് പാസഞ്ചറിൽ 18 റുപ്യ 30 പൈസക്ക് ടിക്കറ്റ് വാങ്ങി രണ്ടുപേരും കയറ്റി വിട്ടു ഞാന്. നുണ, ശുദ്ധ നുണ. അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല. പറയില്ലല്ലോ. ആ സംഭവം ഇരു ചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ? അവന്റെ അമ്മാവനോ അളിയനോ? ഞാൻ ആരാണ് തനിക്ക് പിന്നീട് മനസ്സിലാകും. താൻ തന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തില്ലേടോ? എന്ത് ഹേബിയസ് കോർപ്പസ്? ആ, ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. മോളെ, ഞാൻ കോടതിയെ സമീപിച്ചത് ശരിയാ. എന്തിനാന്നറിയോ? അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വല്പ കേൾവി കുറവുണ്ടായിരുന്നു. ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് എന്നാ. അതെങ്ങനെയാ? ഇതുപോലത്തെ വക്കീൽമാരല്ലേ? ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളയുന്ന ആള് വരും. പോലീസ് സംരക്ഷണം ഹേബിയസ് കോർപ്പസ് ആയത്രേ. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചതെന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നോണയായിട്ട് തോന്നും. മോഹൻദാസിനെ താൻ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതോ? തല്ലിച്ചതോ? ആ, ആ, ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം. കേട്ടോ കേട്ടോ, മോഹൻദാസിനെ ഇയാള് ഗുണ്ടകളെ അയച്ച് തല്ലിച്ചതച്ചു. നിക്ക്. തല്ലിച്ചതിന്റെ സാഹചര്യം കൂടി കേക്ക്. തന്റെ ഭർത്താവ് ധീരനും ആണത്തുള്ളവനും ആയിരിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും, ഇല്ലേ? ആഗ്രഹിക്കും. അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധം തകരും. ഞാൻ ഗുണ്ടകളെ അയച്ചു. മോഹൻദാസിനെ തല്ലാനല്ല, തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ. ശ്രീദേവി കാണുന്നത് എന്താ? മോഹൻദാസ് നെഞ്ചൂക്കുള്ള 5 തടിയന്മാരെ ഒറ്റയ്ക്കിടിക്കുന്നതാ. ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത്. ഇപ്പൊ തനിക്ക് വിശ്വാസം ഇല്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടൂ? താൻ വിശ്വസിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. വക്കീലങ്ങളിനെ ഇവിടുന്ന് ഇറക്കി വിടാനോ? ശരി, ഇയാള് നാളെ പോയിക്കോട്ടെ. മറ്റവനാരാ? അവനെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. അവനൊരു കള്ള തിരുമാലിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തി പിടിച്ച് വെളി തള്ളണോ? തള്ളിക്കോ, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ കടുത്തതായിരിക്കും. അവൻ ആരാ? ഈ വീടുമായിട്ട് അവൻ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട. ഞാൻ പോവുകയാണ്. മിസ്റ്റർ ബാബുരാജ്, എന്താണത്? എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. ഞാൻ എന്നും അന്യനായിരുന്നു. അനാഥ മന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ, തവളകളെ കീറിമുറിക്കുന്ന ബയോളജി ലാബുകളിൽ എന്നും എവിടെയും അന്യൻ. മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു. ഞാൻ പോകുന്നതാണ് നല്ലത്.
നിൽക്കൂ മിസ്റ്റർ ബാബുരാജ്. മിസ്റ്റർ ബാബുരാജിന്റെ മനസ്സ് നൊന്താൽ ദാ അവിടെ നിന്ന് മോഹൻദാസിന്റെ ആത്മാവത് കാണും, ഞെട്ടും. ആ ആത്മാവ് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല. മിസ്റ്റർ ബാബുരാജ്, ഞാനാണ് പറയുന്നത്, നിങ്ങൾ പോകരുത്. വരൂ, വരൂ, വരാൻ. ഒപ്പിട് മോളെ. എന്താ അങ്കിൾ ഇത്? വക്കീലെങ്കിലാ പറയുന്നു ഒപ്പിടാൻ. എന്റെ മോഹൻദാസിന്റെ മക്കൾക്ക് മനസമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. മോളിൽ ഒപ്പിട്. ഇതിലെന്താ എഴുതിയിരിക്കുന്നു അങ്കിൾ? വളരെ ചെറിയൊരു പോലീസ് കംപ്ലൈന്റ് ആണ്. ചെവി അറിയാതെ അമ്മാവനെയും അമ്മാവിയെയും പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കോളൂ. അത് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാണെന്ന് അവരറിയില്ല അങ്കിൾ. ഇല്ലല്ലോ, ഈ പെറ്റീഷൻ ഇവിടുത്തെ സർക്കിളിനെ ഒന്ന് കാണിക്കുകയുള്ളൂ, ഒരു വിശ്വാസത്തിന്. പിന്നെ അടിയോടി അടിയന്തിരമായ ഡ്യൂട്ടിയിൽ ജോയിൻ ചേർന്നും പറഞ്ഞ് അയാളുടെ സ്റ്റേഷനിൽ ടെലിഗ്രാം വരും. അതൊക്കെ വക്കീലങ്ങൾ നോക്കിയോളാം. ഫോണിൽ ഒപ്പിട്ടേ. എങ്കിൽ കൂട്ടത്തിൽ ആ ബാബുരാജിനെയും ഇവിടുന്ന് ഇറക്കി വിടാം അങ്കിൾ. അത് മോനെ വേറെ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുന്നതല്ലാതെ എന്താ പ്രശ്നമെന്ന് അങ്കിൾ പറയുന്നില്ലല്ലോ. അയാൾ ആരാ അങ്കിൾ? ഡാഡിയായിട്ട് അയാൾക്ക് എന്താ ബന്ധം? പരിചയമില്ലാത്ത ഒരാൾ വീട്ടിനകത്ത് കിടന്നിങ്ങനെ കറങ്ങുന്നത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് അങ്കിൾ. യഥാർത്ഥ സത്യം ഞാൻ പറഞ്ഞേക്കാം. മോളിങ് വാ. നിങ്ങൾ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ എല്ലാരും കേട്ടോളൂ. എന്തായാലും ഒരു ദിവസം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ. എന്റെ പൊന്നുകുട്ടികളെ, നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ്. നിങ്ങളുടെ അച്ഛൻ മോഹൻദാസിന്റെ ഒരു കിഡ്നി ഡാമേജ് ആയതും അത് മാറ്റിവെച്ചതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം. ശ്രീദേവിയും നിങ്ങളും ഭയപ്പെടുമെന്ന് കരുതി മോഹൻദാസ് പറയാതിരുന്നതാ. കോഴിക്കോട് വെച്ചായിരുന്നു ട്രാൻസ്പ്ലാന്റ്. മരിച്ചു പോകുമെന്ന നിലയായിരുന്നു. അനാഥനായ ഈ ബാബുരാജ് ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെ അയാളുടെ ഒരു കിഡ്നി മോഹൻദാസിന് കൊടുത്തു. പക്ഷേ മോഹൻദാസ് അഭിമാനിയായിരുന്നല്ലോ. അയാൾ അന്നേ മനസ്സിൽ എന്തോ കണ്ടിരുന്നു. അനാഥനായ ബാബുരാജിനെ മോഹൻദാസ് പഠിപ്പിച്ചു, ബാംഗ്ലൂരിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ഇനിയാണ് ശരിക്കുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നത്. തന്റെ മകൾ മീരയെ ബാബുരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു മോഹൻദാസിന്റെ ഉദ്ദേശം. സൽ സ്വഭാവിയായ ബാബുരാജാണ് തന്റെ മകളെ കെട്ടുക എന്ന് മോഹൻദാസ് എന്നോട് പറഞ്ഞിരുന്നു. ബാബുരാജിനും അതറിയാം. പാവം മോഹൻദാസ് ആഗ്രഹം സാധിക്കാതെ അവൻ ഈ ലോകത്തു നിന്നും പോയി. മീര ചേച്ചിയെ കെട്ടാൻ ഡാഡി ഇതുപോലെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യങ്കിൾ. വെറും കറമ്പൻ, പൊക്കമില്ല, കാണാനും ഭംഗിയില്ല, സ്മാർട്ട്നെസ് 1% പോലും ഇല്ല. അത് അങ്കിള് പറ, അയാൾ ചേച്ചിക്ക് മാച്ചാണോ? സമയമായോ? ഇതിന് കുറച്ച് ടൈം എടുക്കും. അല്ല, ചെറിയൊരു ചൊറിച്ചലുണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായി? എന്താവാൻ? അല്ല, ഫേസ് നല്ല പോലെ വിളിക്കണം. ഇവൻ ബോംബെ പോയി വല്ലാതെ കറുത്തുപോയി. കൂടുതൽ വിളിക്കണമെങ്കിലേ പെയിന്റ് അടിക്കണം, ഇല്ലെങ്കിൽ പുറമേയുള്ള തൊലി ചെത്തിക്കളയണം. ഒരു പണി ചെയ്യുമ്പോ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവൻ ശരിയല്ല. നമ്മളാരും ശരിയല്ല. ദിനകര, നീ പണ്ട് സ്കൂൾ യുവജനോത്സവത്തിന് ആരുടെ ഒരു കവിത ബൈഹാർട്ട് പഠിച്ചൊല്ലിയിരുന്നില്ലേ? അതൊന്ന് ഓർമ്മിച്ചു വെച്ചോ, ചിലപ്പോ ആവശ്യം വരും. വാ. കണ്ടോ, മഹാത്ഭുതം കണ്ടോ? അത്ഭുതമൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ട്. മൂടിയാണ്, സ്മാർട്ടല്ല, കറമ്പരാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ബാബുരാജിനെ കണ്ടോ? അതാണ് മഹാത്ഭുതം. അയാൾ ഓടുന്നത് കണ്ടോ, ചാടുന്നത് കണ്ടോ, ആ സ്മാർട്ട്നെസ് കണ്ടോ? അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് ചാടുന്നതിന്? ചാടുന്നത് എന്തിനെങ്കിലും ആട്ടെ, അയാൾ ചാടുന്നുണ്ടോ അത് പറ. കമാ. നേരത്തെ ഞാൻ ഇതുവഴി പോയപ്പോഴാ ആ സ്മാർട്ട്നെസ് കണ്ടത്. അത്ഭുതം കൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് പണ്ടേ അയാൾ ഭയങ്കര സ്മാർട്ടായിരുന്നു. ഏതോ ഒരു കളിയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അത്രേ ബാബുരാജ്. ഏത് ഇന്ത്യൻ ടീം? ഏതോ ഒരു ഇന്ത്യൻ ടീം. മാത്രമല്ല അയാളുടെ കവിയാണ്. കവി എന്ന് പറഞ്ഞാൽ വെറും കവിയല്ല, നിമിഷ കവി. എന്തിനെ കുറിച്ച് പറഞ്ഞാലും ആ പറഞ്ഞതിനെ കുറിച്ച് കവിത ഉണ്ടാക്കും. പരീക്ഷിക്കാനായി ഞാനൊരു സബ്ജക്ട് പറഞ്ഞു. അപ്പ ചൊല്ലി കവിത, ഇട്ടി വെട്ടുന്ന കവിത. അങ്ങനെയാണോ? എന്നാൽ ഞാനൊരു സബ്ജക്ട് പറയാം, കവിത ഉണ്ടാക്കാൻ നോക്കാലോ. പിന്നെ വാ. പക്ഷെ ബാബുരാജ്, എല്ലാരും എന്താ ഇവിടെ? ഞങ്ങളൊക്കെ വെറുതെ. ഞാനൊരു സബ്ജക്ട് പറയാം. ആ കവിത എഴുതാനേ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. ശരിയാവൂല മോനെ. ശരിയാവും. അല്ല, കുട്ടി പറയട്ടെ, പറയൂ. കുന്തം. എന്റെ സബ്ജക്ട് കുന്തമാണ്. കുന്തത്തെ പറ്റി ഒരു കവിത ചൊല്ല്.
മോനെ ബാബുവേട്ടനെ കളിയാക്കരുത്. മിസ്റ്റർ ബാബുരാജ്, Yeah. രണ്ട് പൂവിതൾ, ആ. പിന്നെ കുങ്കുമം, ആ. പൂഞ്ചിറക്, ആ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കവിത ഉണ്ടാക്കി. പൂഞ്ചിറക്